വിനു, എന്താ നിന്റെ തീരുമാനം? ഇങ്ങനെ എനിക്ക് പറ്റില്ല. അരമന വീട്ടിൽ കയറിപ്പറ്റാൻ എന്താ വഴി എന്ന് ആലോചിക്കി. ജോലി കഴിഞ്ഞു വന്നതും ആഹാരം ഓർഡർ ചെയ്തിട്ട് ഫോൺ സെറ്റിയിലേക്ക് ഇട്ടിട്ട് ദേഷ്യത്തോടെ ഡാലിയ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ ഡാലിയ, ഇനിയും ഹോട്ടൽ ഫുഡ് കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ കുക്ക് ചെയ്യാമെന്ന്. എനിക്ക് രാവിലെ അവിടെ ചെന്ന് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് തലവേദനിച്ച് വന്നിട്ട് ഇവിടെ കിച്ചണിൽ കൂടെ കയറാൻ വയ്യ വിനു, ഡാലിയ മടുപ്പോടെ പറഞ്ഞു. എന്നാൽ നമുക്ക് ജോലിക്കായിട്ട് ആരെങ്കിലും നോക്കിയാലോ? വിനോദ് തിരക്കി. ജോലിക്ക് ഒരാളെ നിർത്തിയാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് വിനു. മറ്റേയും നമ്മൾ അരമന വീട്ടിൽ കയറിപ്പറ്റിയാൽ ഒന്നും അറിയണ്ട. നീ അതിനുവേണ്ടി ഒന്ന് ആഞ്ഞു ശ്രമിക്കു വിനു, ഡാലിയ അവൻ്റെ തോളിൽ ചാഞ്ഞിരുന്നു പറഞ്ഞു. അതൊന്നും ഉടനെ നടക്കില്ല ഡാലിയ. ഞാൻ അല്ലിയെ വേണ്ടാന്ന് വെച്ചതിനേക്കാൾ അച്ഛനും അമ്മയ്ക്കും ദേഷ്യം കുഞ്ഞിനെപ്പോലും ഞാൻ ഓർത്തില്ല എന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് ഉടനെ നടക്കില്ല. അതെന്താ? അല്ലിയുടെ വയറ്റിൽ മാത്രമേ നിന്റെ കുഞ്ഞുള്ളൂ. ഇപ്പോൾ എൻ്റെ വയറ്റിലുള്ളതും നിൻ്റെ തന്നെയല്ലേ. അപ്പോൾ അതിനോടും ആ സ്നേഹം വേണ്ടതല്ലേ? ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ തിരക്കി. എന്തായാലും ഉടനെയൊന്നും നമ്മളെ അച്ഛനും അമ്മയും അങ്ങോട്ട് കയറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ കാര്യത്തിന് തൽക്കാലം നമുക്കൊരാളെ ജോലി കിട്ടുമോ എന്ന് നോക്കാം. വിനോദ് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ കോളിംഗ് ബെൽ ശബ്ദം കേട്ടതും ഡാലിയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് അതാരെന്ന് നോക്കാൻ പോയി. ഇനി എന്നാണ് ഇമ ഡോക്ടറെ കാണാൻ പോകേണ്ടത്? ബെഡിലിരുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ കബോർഡിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനോട് ആൽഫി തിരക്കി. എന്താ? ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് അവൾ തിരക്കി. പതിയെ ഇമ, എത്ര പറഞ്ഞാലും നിനക്ക് ഒരു ശ്രദ്ധയില്ലേ കൊച്ചേ? ആൽഫ് കണ്ണുരുട്ടിക്കൊണ്ട് അവൾക്കരികിലേക്ക് വന്ന് ചോദിച്ചു. അത് ഞാൻ അവിടെ ഇരുന്നേ. ആൽഫി അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. അല്ലയൊരു പിടിച്ചിലൂടെ അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് കൈവലിച്ചെടുക്കാൻ നോക്കിയെങ്കിലും ആൽഫി വിട്ടില്ല. അടങ്ങിയിരിക്കുമ, അവൻ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെ അല്ലി വലിയ ബലം പിടുത്തം കാണിക്കാതെ നല്ല കുട്ടിയായിരുന്നു. ഇനി എന്നാണ് നിനക്ക് ഡോക്ടറെ കാണേണ്ടത് എന്നാണ് ഇമ്മ ഞാൻ ചോദിച്ചത്. ആൽഫി ധൃതിയേതും കൂടാതെ അവളുടെ കയ്യിലെ പിടിവിടാതെ തന്നെ ചോദിച്ചു. ഈ മാസം 20-ാം തീയതിയാണ് ഇനി ഡോക്ടറെ കാണേണ്ടത്, അല്ലി മെല്ലെ പറഞ്ഞു. മറ്റന്നാളല്ലേ? ആൽഫി എടുത്തു ചോദിച്ചു. അവൾ നേർമയിൽ ഒന്ന് മൂളി. ആ ഹോസ്പിറ്റൽ ഫയലൊക്കെ ഇങ്ങെടുക്കുമ, ഞാൻ ഡോക്ടർ ഷേളിയെ ഒന്ന് കാണിക്കട്ടെ. ആൽഫി അവളുടെ വയറിലേക്ക് അരുമയോടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. അമ്മ വരും ഹോസ്പിറ്റലിൽ പോകാൻ, ഞാൻ അമ്മയ്ക്കൊപ്പം പോയിക്കൊള്ളാം. അല്ലി നിലത്തേക്ക് നോക്കിയിരുന്നു പറഞ്ഞു. ഈമ, ദേഷ്യം അടക്കി പിടിച്ചിട്ടും ആൽഫിയുടെ ശബ്ദമുയർന്നു. അല്ലി പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഈമ, എൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ ഇനി ഞാനുണ്ട്. വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട കേട്ടോ. അല്ലി അമ്മയെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അത് ഞാൻ എന്ത് പറയണമെന്ന് അറിയാതെ അല്ലി വിക്കിപ്പോയി. മതിയമ്മ, എനിക്കറിയാം നിൻ്റെ മനസ്സിൽ എന്താണ് എന്നൊക്കെ, അവനൊന്ന് അടങ്ങിക്കൊണ്ട് പറഞ്ഞു. ഈമ, ഇവിടെ നോക്ക് കൊച്ചേ, നിന്റെ കഴുത്തിലെ ഈ മിന്നിൻ്റെ അവകാശി ഞാനാണല്ലേ? അവൻ്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളി. അപ്പോൾ നിന്റെ വയറ്റിൽ വളരുന്ന ഈ ജീവൻ്റെ അവകാശി ഞാനാണിമ. അതെൻ്റെ മനസ്സ് അംഗീകരിച്ചതാണ്. ഇനി നീ അത് നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഈ ജീവൻ പുറത്തു വരുമ്പോൾ ആണോ പെണ്ണോ ആവട്ടെ, അതിൻ്റെ അപ്പൻ ആൽഫ്രഡ് അലക്സ് തൈവേലിക്കൽ തന്നെയാവും. ആ കാര്യം ഇമ ഇനിയെങ്കിലും പതിയെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എൻ്റെ കുഞ്ഞിന് മറ്റൊരു അവകാശി ഉണ്ടാവില്ല കൊച്ചേ. ഞാനിപ്പോൾ എത്ര സന്തോഷത്തിലാണെന്നോ. ഇയാളെ ഒന്ന് കാണാൻ അത്ര കൊതിയാണ് എനിക്ക്. ഇനി നല്ലോണം അനങ്ങാനൊക്കെ തുടങ്ങും കുഞ്ഞൻ. അവളുടെ അല്പം വീർത്തു നിൽക്കുന്ന വയറൽ കൊതിയോടെ വാത്സല്യത്തോടെ നേർമേലൊന്ന് തലോടിക്കൊണ്ട് ആൽഫി പറഞ്ഞു. അല്ലി വെങ്ങിക്കൊണ്ട് മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. നനകൂറുന്ന മിഴികളും സങ്കടത്തിൽ വിറയ്ക്കുന്ന അവളുടെ ചൊടികളും കാണി ആൽഫിക്ക് നെഞ്ചു പിടിഞ്ഞു പോയെങ്കിലും അവൻ പുഞ്ചിരിയോടെ മുഖം താഴ്ത്തി ആ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് മാറി. കഴിഞ്ഞതൊന്നും ഇനി ഓർക്കരുത് എന്ന് ഞാൻ പറയില്ലേമ്മ, പക്ഷെ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ശ്രമിക്കണം. അവളുടെ കവളിൽ തട്ടിപ്പറയുമ്പോൾ പ്രണയത്തിനപ്പുറം വാത്സല്യം നിറഞ്ഞു ആൽഫിയിൽ. അല്ലി കണ്ണിമ ചിമ്മാതെ അവനെ നോക്കി. ആ നോട്ടം കാണി അവൻ്റെ നെഞ്ചിൻ്റെ താളം തെറ്റിപ്പോയി. ഈമാ, നീ എന്താ വനജെ ഈ ആലോചിച്ചു കൂട്ടുന്നത്? ഇനി ഉറങ്ങാതെയും ആഹാരം കഴിക്കാതെയും അസുഖമൊന്നും ഉണ്ടാക്കി വയ്ക്കല്ലേ. രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന വനജയെ കാണി അയാളൊരു ശാസനയോടെ പറഞ്ഞു. കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പ്രഭേട്ട. കണ്ണടച്ചാൽ അപ്പോൾ അല്ലയുടെ നിറഞ്ഞൊഴുകുന്ന മിഴികളാണ് ഉള്ളിൽ നിറയുന്നത്. സങ്കടത്തിൽ അവർ പറഞ്ഞു. ഇനി ആ പെൺകുട്ടിയെ ഓർത്ത് വിഷമമൊന്നും വേണ്ട വനജെ. അവളെ ഒരുപാട് സ്നേഹിക്കുന്ന ആണ്ടത്തിൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയാണ്. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. കുഞ്ഞു പ്രഭേട്ട, നമ്മുടെ ആദ്യത്തെ പേരക്കുട്ടിയാണത്. ആ കുഞ്ഞ് മറ്റൊരു വീട്ടിൽ അഭയാർത്ഥിയെ പോലെ. അതിനെ ഒന്ന് ലാളിക്കാനും
കൊതി തീരെ കാണാനോ പോലും ഭാഗ്യമില്ലാതെ പോയില്ലേ നമുക്ക്. ഇല്ലെന്നല്ല, ഞാൻ നൊന്തുപെറ്റ എൻ്റെ മോൻ തന്നെയാണ് ആ ഭാഗ്യം ഇല്ലാതെയാക്കിയത്. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവർ പറയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ വേദനയോടെ അവരെ നോക്കിയിരുന്നു അയാൾ. ഈ വീട് അച്ഛൻ്റെ പേരിലാണ് വിനു. ഇവിടെ നിങ്ങൾ വന്ന് താമസിക്കണമെങ്കിൽ അച്ഛൻ്റെ അനുവാദം വേണം. അല്ലാതെ നീ എന്നെ കണ്ടിട്ടോ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. അരമന വീട്ടിലേക്ക് കയറിപ്പറ്റാൻ ഡാലിയ ഹോസ്പിറ്റലിലാണെന്നും അവൾക്ക് അമ്മയുടെ സഹായം വേണമെന്നുമുള്ള അടുത്ത അടവുമായിട്ട് വന്നതാണ് വിനോദ്. എന്നാൽ അതിൽ വീഴാതെ വനജയും പറഞ്ഞു, അമ്മ പറഞ്ഞാൽ അച്ഛൻ കേൾക്കും. ഇവിടെ അമ്മയുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ എനിക്ക് ജോലിക്ക് പോവുകയും ചെയ്യാം. അമ്മ അച്ഛനോട് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമോ? വിനു വീണ്ടും വനജയോട് കെഞ്ചി പറഞ്ഞു. ഇനി ജന്മം ഞാൻ നിനക്ക് വേണ്ടി ഒന്നും പറയില്ല വിനു. അങ്ങനെ പറഞ്ഞ് നിന്നെയും ആ പേഴ്ചവളെയും ഇവിടെ കയറ്റിയാൽ ആലിയുടെ വയറ്റിൽ വളരുന്ന നീ കൊന്നുകളയും പറഞ്ഞ പിറക്കാനിരിക്കുന്ന കുഞ്ഞുപോലും ഞങ്ങളോട് ക്ഷമിക്കില്ല. വെങ്ങിപ്പൊട്ടിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ നെഞ്ചു നീറി. അമ്മ, അത് ഞാൻ അന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയൊരു കാര്യം ഇന്ന് വീണ്ടും പറയുന്നത് എന്തിനാ? വിനോദ് വല്ലാത്തൊരു അസ്വസ്ഥതയോടെ തിരക്കി. അറിയാതെയോ? അറിയാതെ ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ നീ കുഞ്ഞല്ല വിനു. ഒരു ഭാര്യ അമ്മയും ക്ഷമിക്കുന്ന തെറ്റുകളല്ല നിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പിന്നെ നിന്നെ നന്നാക്കാമെന്നുള്ള തെറ്റായ ചിന്തയൊന്നും എനിക്കില്ല. നീയായിട്ട് തിരഞ്ഞെടുത്ത നിന്റെ ജീവിതം അതെങ്ങനെ വേണേലും ഇനി നിനക്ക് ജീവിക്കാം. ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് മാത്രം. പിന്നെ ഇനി നീ ഞങ്ങളെ അന്വേഷിച്ച് വരരുത്. അധികം വൈകാതെ ഞങ്ങൾ നാട്ടിലേക്ക് പോകും. അവൻ അരികിൽ നിന്ന് എഴുന്നേറ്റ് സ്വന്തം മുറിയിൽ കയറി വാതിൽ വലിച്ചടയ്ക്കുമ്പോൾ അവരുടെ അമ്മ മനം ആറ്റുനോറ്റ് വളർത്തിയ മകനെ ഓർത്ത് അലറി കരയുന്നുണ്ടായിരുന്നു. നീ ഷെറിനെ വിളിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പാക്കിയില്ലേ ആൽഫി? രാവിലെ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ സെലിൻ തിരക്കി. ഓവ്, 12 മണിയൊക്കെ ആവുമ്പോൾ എത്താൻ പറഞ്ഞു. ആൽഫി പാലപ്പം പ്ലേറ്റിലേക്ക് വിളമ്പിയെടുത്തുകൊണ്ട് പറഞ്ഞു. കഴിക്കല്ലി കൊച്ചെ, ഇതെന്താ നോക്കിയിരിക്കുന്നേ? പ്ലേറ്റ് മുന്നിൽ വെച്ച് ആലോചനയോടെ ഇരിക്കുന്ന പെണ്ണിനോട് സെലിൻ പറഞ്ഞു. ആ, കഴിക്കാൻ വേണ്ടി. അല്ലി ഒരു അപ്പം എടുത്ത് വെച്ച് ഗ്രീൻ പീസ് മസാലയും വിളമ്പിയെടുത്തു. ഇതൊന്നും കഴിച്ചാൽ പോരാ എൻ്റെ ഇമ്മ. വേവിച്ച് വെച്ചിരുന്ന മുട്ടയും പഴവും ഒക്കെ എടുത്ത് അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു ആൽഫി. ഇതൊക്കെ കൂടെ കഴിക്കി. ഇപ്പോൾ തന്നെ ആകെ ഇത്തിരിയേ ഉള്ളൂ. ഡോക്ടറെ കാണുമ്പോൾ അറിയാം കുഞ്ഞിൻ്റെ അമ്മയുടെ ഒക്കെ ആരോഗ്യമൊക്കെ എങ്ങനെയാണെന്ന്. അല്ലിക്ക് ആകെ വല്ലായ്മ തോന്നി. ഇതിനൊക്കെ തനിക്ക് അർഹതയുണ്ടോ? ആൻറ്റി ആവട്ടെ ആൽഫി ആവട്ടെ അവരുടെ സ്വന്തം കുഞ്ഞെന്ന പോലെയാണ് നോക്കിലും വാക്കിലും. ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ ഈശ്വര? ഇതിനൊക്കെ എന്ത് പ്രത്യുപകാരം ചെയ്യും ഞാനും എൻ്റെ കുഞ്ഞും? കഴിക്കുന്നില്ലേ ഇമ്മ? ആൽഫി അവളുടെ കയ്യിൽ മെല്ലെ തട്ടി വിളിച്ചു. ആ, കഴിക്കുക. ആലോചനയോടെ അവിടെ നിർത്തി അപ്പം പിച്ചെടുത്ത് വായിൽ വെച്ച പെണ്ണ്. വേഗം കഴിച്ച് എഴുന്നേറ്റ് വാ, എന്നിട്ട് പോകാൻ റെഡിയാവ്. അവൾ കഴിച്ചു കഴിയുന്നവരെ അവൾക്ക് കൂട്ടിരുന്ന ശേഷം എഴുന്നേൽക്കുമ്പോൾ അവൻ പറഞ്ഞു. അല്ലി അതിനു മറുപടിയായി നേർമേലൊന്ന് മൂളി. ആ മൂളിൽ ആൽഫിയുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു. ഇമ്മ. ആൽഫിയുടെ വിളി കേട്ട് ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായിക്കൊണ്ട് നിന്നവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ആർക്കു മുന്നിലും കണ്ണു നിറച്ചു നിൽക്കാത്ത ഇച്ചാൻ്റെ ഇമ്മക്കുട്ടിക്ക് ഇപ്പം എന്താ പറ്റിയേ? ഞാൻ ഇങ്ങനെയൊക്കെ അടുത്ത് പെരുമാറുന്നത് കൊണ്ടാണോ നിനക്ക് കുഞ്ഞിനും വേണ്ടി എന്തു ചെയ്യുമ്പോഴും എനിക്ക് സന്തോഷമാണ് ഇമ്മ. ഇതൊരു കടമയായിട്ടല്ല നിന്റെ ഇച്ഛ ഇതൊക്കെ ചെയ്യുന്നത്, അവകാശമായിട്ടാണ്. അവളുടെ കവിൾത്തടങ്ങൾ ഇരുകൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ച് ആ മനസ്സറിഞ്ഞതുപോലെ നിറച്ചിരിയോടെ ആൽഫി പറഞ്ഞു. ഞാൻ ഇതിനൊക്കെ എന്ത് തരാനാണ്? എനിക്കെന്താ ഉള്ളത്? വിങ്ങി പൊട്ടിക്കൊണ്ട് അല്ലി ചോദിച്ചു. എൻ്റെ കൂടെയൊന്നും ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ പതിയെ നമുക്കിടെ തനിയെ ഉണ്ടായിക്കൊള്ളും. തൽക്കാലം നമുക്ക് നല്ല സുഹൃത്തുക്കളാവാം. അവളുടെ ചുവന്നു തൊടുത്തിരുന്ന മൂക്കിൻ തുമ്പിലൊന്ന് തട്ടിയിട്ട് ആൽഫി പറഞ്ഞു. അല്ലി മൂക്ക് വലിച്ചുകൊണ്ട് മെല്ലെയൊന്ന് മൂളി. എന്നാൽ ഇച്ചൻ്റെ കൊച്ചു ചെന്ന് വേഗം റെഡിയായിക്ക്. അവളുടെ കവിളിൽ ഒഴുകിപ്പരുന്ന കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് ആൽഫി പറഞ്ഞു. തലകുലിക്ക് സമ്മതം പറഞ്ഞ് അവൾ റെഡിയാവാൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ആൽഫിയുടെ ഹൃദയം അവന് തന്നെ കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ മിടിച്ചു. ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടല്ലോ ഇമ്മ. നല്ലോണം വെള്ളം കുടിക്കണം, ആഹാരം കഴിക്കണം. ഡോക്ടർ ഇവിടുന്ന് തന്ന മെഡിസിനൊക്കെ മുടങ്ങാതെ കഴിക്കണം. ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ആൽഫി അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. പെണ്ണൊരു ചിരിയോടെ അവനെ നോക്കി തലയാട്ടി. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് പോകാമെടാ. ആൽഫി അതിയായ ആഗ്രഹത്തോടെ അവളോട് ചോദിച്ചു. ആൽഫിച്ചൻ്റെ ഇഷ്ടം പോലെ, അല്ലി ഒരു ചെറുചിരിയോടെ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് മാളിലേക്ക് പോയാലോ? ഇമ്മ നേരത്തെ അവിടെ പോയിട്ടുണ്ടോ? അവളുടെ ആൽഫിച്ച എന്നുള്ള വിളി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൻ തിരക്കി. എവിടെ? മാളിലോ?
അലി മുഖം തിരിച്ച് അവനെ നോക്കി. ആൽഫി ചിരിയോടെ തന്നെ മൂളി. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. മുൻപൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, നടന്നില്ല. അലി ആലോചനയോടെ മറുപടി പറഞ്ഞു. എന്നാലേ ഇനി നമുക്ക് ഇടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ കേട്ടോ. ഞാൻ കൂടുതലും ബിനോയുടെ കൂടെയാണ് മാളിലേക്ക് വരുന്നത്. ഡ്രൈവിങ്ങിനിടെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു.